അപ്പൊ കൂട്ടുകാരെ, എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം കണ്ടോ? കിടുക്കാച്ചി ഐറ്റമാണ്. നമ്മളൊരു ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വെറൈറ്റി രീതിയിൽ ഒരു ദോശ. നമ്മള് ദിവസം കഴിക്കുന്നതിന്റെ ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ, ഒരു മാറ്റമൊക്കെ ഉദ്ദേശിക്കുക താല്പര്യമുള്ള നമ്മളെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ദോശ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ദോശയാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ദോശ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സ്നേഹം തരാൻ ഒട്ടും മടിക്കരുത്. നിങ്ങളുടെ സ്നേഹം നമുക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ടാൻ പോകാം കൂട്ടുകാരെ. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ഒരു 3 കിഴങ്ങ് കുക്കറിനകത്തിട്ട് കൊടുത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് അതിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ഫിസിലടിച്ച് എടുക്കാം. അപ്പൊ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് നമ്മൾ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇവനൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെല്ലാം ചോപ്പ് ചെയ്തെടുത്ത് ഇനി വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ്. ഇനി നമ്മൾ ഒഴിക്കുന്നത് പറയാം ഒരു മുട്ടയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ. ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ആട്ടപ്പൊടിയാണ്. കുറച്ച് ആട്ടപ്പൊടി ഇട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ബാറ്ററിൽ ഇങ്ങനെ തയ്യാറാക്കി എടുത്താൽ മതി. ഇത്രയും വെള്ളം കൂടി പോകാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അടുത്ത നമ്മളൊരു ദോശക്കല്ല് അടുപ്പി വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി എല്ലായിടത്തും ഒന്ന് ആക്കുക. ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ മേളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പൊ നമ്മളെ ദോശയുടെ വെന്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ദോശ ഇവിടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. എണ്ണ എല്ലായിടത്തും തേച്ച് നമ്മളെ ബാറ്റർ ഒഴിച്ച് അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ദോശ എല്ലാം എന്താ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ.